ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കുട്ടികളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകം എടുത്തു പറയാൻ കാര്യം, എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇത് കേൾക്കുന്നവർ മാതാപിതാക്കളും വൃദ്ധരായ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെയാണ് എന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ വീട്ടിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ കൂടി വിളിച്ചിരുത്തുക. സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൂടി വിളിച്ചിരുത്തി ഒരല്പം നേരം നമുക്കൊരുമിച്ചിരുന്ന് ഈ കാര്യമൊന്ന് കേൾക്കാം. കുട്ടികളോട് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം ഈ നേരത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അമ്മേ, നിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഈ നേരത്ത് കാത്തുകൊള്ളണമേ എന്ന്. ഈശോയെ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ മാതൃകയും മധ്യസ്ഥയും ആയിരിക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആദ്യം കുറച്ചൊക്കെ ഒന്ന് പറയട്ടെ. 8 നോമ്പൊക്കെ കഴിഞ്ഞ സമയമാണ്. നിങ്ങൾക്കറിയാം 8 നോമ്പിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ലോകത്തിൽ നസ്രാണികൾ മാത്രം, കേരളത്തിലെ നസ്രാണി സമൂഹം മാത്രം എടുക്കുന്ന നോമ്പാണ് 8 നോമ്പെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. 8 ദിവസം നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിച്ചിട്ട് ഏറെ ദിവസങ്ങളായിട്ടില്ല. 8 നോമ്പിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് കേരളത്തിലെ നസ്രാണികളായ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ മാനത്തിന് ഭംഗം വരുമെന്ന് സ്ഥിതി ഉണ്ടായപ്പോൾ നസ്രാണി സ്ത്രീകൾ ചെയ്തത്, പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് ദേവാലയത്തിനുള്ളിൽ കയറി പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ അടിമ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇവരുടെ ശുദ്ധത പരിശുദ്ധ അമ്മ സൂക്ഷിച്ചു എന്ന് ഒരു ചരിത്രമുണ്ട്. അതൊരു പിറവി തിരുനാൾ കാലമായിരുന്നു, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ കാലമായിരുന്നുവെന്നും അതിൻ്റെ തുടർച്ചയായി പിന്നീടുള്ള കാലങ്ങളിൽ 8 ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ അടിമ വെച്ച് സമർപ്പിച്ച് നോമ്പെടുക്കുന്നൊരു രീതി നമ്മുടെ നാട്ടിൽ നിലവിൽ വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ സ്ത്രീകളുടെ നോമ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. 8 നോമ്പിനെ ശുദ്ധത സൂക്ഷിക്കാൻ വേണ്ടി നിയോഗം വെച്ചെടുക്കേണ്ട നോമ്പാണ് 8 നോമ്പ്. നമുക്കറിയാം, പെൺകുട്ടികൾക്ക് മാത്രമല്ല ശുദ്ധതയുള്ളത്, ആൺകുട്ടികൾക്കും നമുക്കൊക്കെ ശുദ്ധത സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ശുദ്ധത കാസൂക്ഷിക്കാൻ തക്കതായ ഒരു സാഹചര്യമല്ല നമുക്ക് ചുറ്റുമുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനൊരു കാലത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാരമില്ല, ഇത്തവണ നോമ്പെടുത്തില്ലെങ്കിൽ ഈ കാര്യം മനസ്സിലിരിക്കട്ടെ, ഇനി വരുന്ന വർഷങ്ങളിൽ 8 നോമ്പെടുക്കാൻ മറക്കരുത്. നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചും ഒരു ചെറിയ സൂചന. എന്തുകൊണ്ട് നോമ്പെടുക്കണം? നോമ്പിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ പലരുടെയും നെറ്റി ചൊളിഞ്ഞ് കാണും. എന്തിനാണ് ഈ നോമ്പൊക്കെ? നോമ്പിൻ്റെ ദൈവശാസ്ത്ര വശങ്ങളിലേക്കോ മറ്റ് ബൈബിൾ ഭാഗങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. മറിച്ചൊരു ലളിതമായ ഒരൊറ്റ വാക്യത്തിൽ ഒരു ആർഗ്യുമെൻറ്റ്. എന്തുകൊണ്ട് നോമ്പെടുക്കണം? എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ നോമ്പെടുക്കാൻ പഠിപ്പിക്കണം എന്നതിൻ്റെ ഒരു കഷ്ണം ചിക്കൻ ഫ്രൈ മുമ്പിലിരിക്കുമ്പോൾ, മീൻ വറുത്തത് മുമ്പിലിരിക്കുമ്പോൾ, ഒരു മുട്ട പൊരിച്ചതോ മുട്ട പുഴുങ്ങിയതോ ഒക്കെ മുമ്പിലിരിക്കുമ്പോൾ, ഒരു ചിക്കൻ ഫ്രൈയോട്, ഒരു മീൻ വറുത്തതിനോട്, ഒരു മുട്ട പുഴുങ്ങിയതിനോടൊക്കെ വേണ്ട എന്ന്, എനിക്ക് നോമ്പാണ്, എനിക്കിപ്പോൾ ഇത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എങ്ങനെ നിങ്ങളും നിങ്ങളുടെ മക്കളും നമ്മളൊക്കെ പാപത്തോട്, ശരീരത്തിൻ്റെ മോഹങ്ങളോട്, ദുരാഗ്രഹങ്ങളോട് വേണ്ട എന്ന് പറയും? ഒരു കഷ്ണം ചിക്കൻ വറുത്തത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് പാപം വേണ്ടെന്ന് വെക്കുന്നത്? ചിലതിനോടൊക്കെ നോ പറഞ്ഞ് പഠിക്കണം. അതിന് നമ്മുടെ സഭയിലെ നല്ല പാരമ്പര്യമാണ് നോമ്പിൻ്റേത്. അതുകൊണ്ട് നോമ്പെടുക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നും ആയിരുന്നില്ല, എങ്കിലും പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി വേണം, അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ചിറകിൻ കീഴിൽ വേണം ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ മക്കളുടെ ഒപ്പം ഇരുന്ന് കേൾക്കാൻ എന്നതായിരുന്നു എൻ്റെ സൂചന.
2 ബൈബിൾ വാക്യങ്ങളാണ് ഈ പ്രഭാഷണ നേരത്തെ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഈശോ, ദൈവമായ ഈശോ മനുഷ്യരായ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. മക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ വിധേയത്വത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനൊരു വിഷയം വന്നുവെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേരൻസ് കുട്ടികളെയുമായിട്ട് കാണാൻ വരികയാണ്. അല്പം എണ്ണം കൂടി അതിൻ്റെത്. അത് പല കാരണങ്ങളുടെ പേരിൽ മാതാപിതാക്കളിരുന്ന് കരയുകയാണ്. ചെറുപ്പക്കാരിയായ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, അച്ഛൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന്. ഞങ്ങൾ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൂടിയതല്ല കുട്ടികളെ വളർത്താൻ വേണ്ടി. ഒരു ട്രൈ ആൻഡ് എറർ മെത്തേഡായിരുന്നു. ശരിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്തു, മക്കളെ വളർത്തി. പക്ഷെ അതേ കുഞ്ഞുങ്ങൾ നേരത്തെ തെളിയിക്കുകയാണ് ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന്. എന്തു ചെയ്യും? അത്തരമൊരു സാഹചര്യമുണ്ട്. അതാണ് എന്നെ ഈ വിഷയത്തിലേക്ക് ഇന്ന് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പോൾ നമ്മൾ വരികയാണ്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ബൈബിൾ വാക്യം, ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്നുള്ളത്. കുട്ടികൾ, യുവാക്കൾ, യുവതികൾ ഇത് കേൾക്കുന്നുണ്ടെന്ന്. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്? ഹൗ മെനി ഓഫ് യു ലവ് യുവർ പേരൻസ്? നിങ്ങളൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് കൈ പൊക്കുന്നുണ്ടാകാം. ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ട് അച്ചോ എന്ന് പറഞ്ഞ്. ഞാനൊരു ക്ലോസ് വെക്കാം അതിൻ്റെ കൂടെ. നമ്മൾ ആരെയെങ്കിലും പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളവരെ പൂർണ്ണമായും അനുസരിക്കും. നമ്മൾ ആരെയെങ്കിലും പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളവരെ പൂർണ്ണമായി അനുസരിക്കും. ഇനി നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നുണ്ടെന്ന്? ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നന്നായിട്ട് അഭിനയിക്കുകയില്ലേ നമ്മൾ വീട്ടിൽ? ഓസ്കാർ കിട്ടേണ്ട പ്രകടനമാണ് നമ്മൾ വീട്ടിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിനയിച്ച് തകർക്കുകയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ. നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ അറിഞ്ഞാൽ, നമ്മൾ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു, ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു, ആർക്കൊക്കെ എന്തൊക്കെ മെസ്സേജുകൾ അയക്കുന്നുവെന്ന് അതുപോലെ നമ്മുടെ അപ്പനും അമ്മയും അറിഞ്ഞാൽ ചങ്കു പൊട്ടി ചത്തുപോകത്തില്ലേ അതുങ്ങൾ? അവരുടെ വിചാരം എന്താ? പ്രായത്തിൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ, പക്ഷെ എൻ്റെ കൊച്ച് നല്ലതാണെന്ന് ധരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പനമ്മമാരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അഭിനയിക്കുകയാണോ? ഡു വി റിയലി ലവ് അവർ പേരൻസ്? ആരാ നമുക്ക് നമ്മുടെ അപ്പൻ? ഞാനിത് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകണ്ട. കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നേ ഉള്ളൂ, നിങ്ങൾ പ്രവോക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ആരാ നമുക്ക് നമ്മുടെ അപ്പൻ? ചില അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്, അപ്പൻ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന ATM മെഷീൻ. അപ്പൻ വീട്ടിൽ ATM മെഷീനാണ്. എന്താണ് ATM മെഷീൻ? നമുക്ക് കാശ് വേണ്ടപ്പോഴൊക്കെ പോയി കാർഡ് ഇട്ട് പാസ്വേഡ് അടിച്ച് കാശ് എടുത്തുകൊണ്ട് പോകാൻ ഒരു സാധനം. അങ്ങനല്ലേ നമ്മൾ വീട്ടിൽ അപ്പനെ കണ്ടിരിക്കുന്നത്? നമുക്ക് കാര്യങ്ങൾ നേടാൻ, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ കാശ് വേണ്ടപ്പോൾ പോയി കാർഡ് ഇട്ട് പാസ്വേഡ് അടിച്ച്, സ്നേഹപ്രകടനങ്ങളൊക്കെ ഈ പാസ്വേഡ് അടിക്കലാണ്. അപ്പനെ നമ്മൾ സ്നേഹിക്കും എപ്പോൾ? നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ട നേരത്ത്, കാര്യങ്ങൾ നേടിയെടുക്കാൻ അപ്പനെ വിദഗ്ധമായി സ്നേഹിക്കും, ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് പോലെ. എന്നിട്ടോ ചിലപ്പോൾ ഇങ്ങനെ കാർഡ് ഇട്ട് പാസ്വേഡ് അടിച്ചാലും കാശ് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മെഷീനിട്ട് 2 തട്ടൊക്കെ തട്ടും. തട്ടൊക്കെ തട്ടി കഴിയുമ്പോൾ മെഷീൻ ഗതികെട്ട് കാശ് തരും. അതുപോലെ വീട്ടിലും ആദ്യം സ്നേഹിച്ചൊക്കെ അപ്പനോട് പറഞ്ഞു നോക്കും. അപ്പൻ വിലക്കിയാലോ പിന്നെ 2 ചവിട്ടിത്തുള്ളലൊക്കെയാണ്, 2 ചാട്ടമൊക്കെയാണ് വീട്ടിൽ. പിന്നെ പാവം അപ്പൻ ATM മെഷീൻ ഗതികെട്ട് കാശ് തരും. ഇതല്ലേ അപ്പൻ്റെ വീട്ടിലെ റോള്? ഒരു വലിയ തുക നിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് അപ്പൻ അങ്ങ് ഇല്ലാണ്ടായി പോയാൽ നമ്മൾ അപ്പൻ്റെ വില അറിയുമോ? അമ്മ ആരാണ് വീട്ടിൽ? നല്ല ഒന്നാം തരം ഒരു വേലക്കാരി. അപ്പൻ ATM മെഷീനാണെങ്കിൽ അമ്മ വേലക്കാരി. സമയാസമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ, എൻ്റെ എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി കബോർഡിൽ അടുക്കി വയ്ക്കാൻ ഒരു സ്ത്രീ. അതിനപ്പുറത്ത് ആരാ എനിക്കെൻ്റെ അമ്മ? എപ്പോഴാണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടുള്ളത്? പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുക.
എന്തുകൊണ്ടാണ് ഇത് എത്ര സ്ട്രെസ് കൊടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് കൽപ്പനയുടെ ലംഘനമാകും. അവരോട് കാട്ടുന്ന ബഹുമാനക്കുറവ്, അവരോട് കാട്ടുന്ന അനുസരണക്കേട് കൽപ്പനയുടെ ലംഘനമാകും. ദൈവകൽപ്പനയുടെ, ദൈവത്തെക്കുറിച്ച്, ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആദ്യത്തെ 3 കൽപ്പനകൾക്ക് ശേഷം അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാണ്. നീ കാരണം നിൻ്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞ നേരങ്ങൾ എത്രയാണ്. ഞാൻ പറഞ്ഞൊരു വെറും വാക്കിൻ്റെ പേരിൽ, എൻ്റെ നോട്ടത്തിൻ്റെ പേരിൽ, എൻ്റെ ചില പ്രവർത്തികളുടെ പേരിൽ എൻ്റെ അമ്മ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൻ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, സ്കൂളിലും കോളേജിലുമൊക്കെ എത്ര വലിയ ജാങ്കോ, ഹീറോ, ഫ്രീക്കനാണെന്നൊക്കെ പറഞ്ഞാലും എന്ത് കാര്യമാണുള്ളത്? നമ്മൾ അപ്പനമ്മമാരെ സ്നേഹിക്കും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വേദനിക്കരുത്. ഞാൻ ഈ സംസാരിക്കുന്ന നേരത്ത്, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ അമ്മ മരിച്ചു പോയാലോ? നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ചാരത്തില്ലെങ്കിൽ, ദൈ ഞൊടിയിടയ്ക്കുള്ളിൽ ഒരു നെഞ്ചുവേദന, ഒരു പിടച്ചിൽ, നിലത്തേക്കൊരു വീഴ്ച, അത് അമ്മയുടെ മരണമായിക്കൂടെ? അടുത്തത് നിനക്ക് വരുന്ന ഫോൺ കോൾ ഈ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനയാണെങ്കിലോ? ആരും ഞെട്ടരുത്. നമ്മൾ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? മരണം നേരത്തെ കത്തയച്ചിട്ട് വരുമെന്നോ? അല്ല, ഒരു ഞൊടിയിടയ്ക്കുള്ളിൽ മരണമുണ്ട്. ഞാനിത് പറയുമ്പോഴും നിങ്ങളുടെ കാൽപാദങ്ങൾക്കടിയിലൂടെ അരിച്ചരിച്ച് കയറുന്ന ചെറിയ തണുപ്പ് മരണത്തിൻ്റെതാണ്. നമുക്കൊരു വിചാരമുണ്ട്, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം തട്ടിത്തെറിപ്പിച്ചിട്ട് പുറത്തെ സ്നേഹത്തിൻ്റെയും കൗതുകങ്ങളുടെയും പുറകെ നട്ടം തിരിഞ്ഞ് നടന്നിട്ട് ഒടുവിൽ എത്ര വൈകിയും തിരികെ വീട്ടിൽ കയറിയാലും സ്നേഹത്തിൻ്റെ ഒരു പാത്രം അന്നം വിളമ്പി അമ്മ കാത്തിരിപ്പുണ്ടാകുമെന്ന് ഇല്ല. ഒരു ദിവസം അമ്മ ഉണ്ടാകില്ല. സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ട നിധികളാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ നേടുന്ന നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ലെന്നോർക്കണം. ഈശോയ്ക്ക് 30 വയസ്സുവരെ യൗസേപ്പിനും മറിയത്തിനും വിധേയനായി ജീവിക്കാമെങ്കിൽ നമുക്കും അതിന് കഴിയണം. 10-15 വയസ്സാകുമ്പോഴേ അപ്പനോടും അമ്മയോടും മറുതലിച്ച് വീട് വിട്ട് മനസ്സുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈശോ നമുക്ക് മാതൃകയാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ വിഷമിക്കരുത്. ഞാനിത് കൂടുതലും കുട്ടികളോടായിട്ട് പറയുന്നതാണ്. സാധാരണ പറയുന്നത് പോലെ അടുക്കും ചിട്ടയും ഇല്ലിതിന്, മറിച്ച് ഇതൊരു ചെതറിയ ചിന്തകളുടെ സമാഹാരമാണ്. കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകൾക്കിടയിലൂടെ ഊർന്ന് വഴിതെറ്റിപ്പോകുന്നതിൻ്റെ വേദനയിൽ പറഞ്ഞു പോകുന്ന കുറേ ചിന്തകളാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് പലരും പറയുന്നൊരു പരാതി ഇന്ന്, മക്കളെ നമുക്ക് അഹങ്കാരം കൂടുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് അഹങ്കാരം കൂടുന്നു എന്നൊരു പരാതി. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളുടെ സുഹൃത്തായി, നിങ്ങളുടെ ജ്യേഷ്ഠനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കണം? എന്താണ് നമുക്ക് അഭിമാനിക്കാനുള്ളത്? നമ്മൾ അഭിമാനിക്കുന്നത് 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ ലോകത്തിൽ. അത് നമ്മുടെ മാതാപിതാക്കളുടെ ആയുസ്സും അവരുടെ സമ്പാദ്യവുമാണ്. നമ്മൾ ഈ കാണിക്കുന്നതൊക്കെയും യുവത്വത്തിലും കൗമാരത്തിൻ്റെ ആരംഭദശകളിലുമൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഈ 2 ഉറപ്പിൻ്റെ പുറത്താണ്. എന്തൊക്കെയാണത്? നമ്മുടെ മാതാപിതാക്കളുടെ ആയുസ്സും അവരുടെ സമ്പാദ്യവും. ഇത് രണ്ടും എപ്പോൾ വേണമെങ്കിലും കൈമോശം വരാവുന്നവയാണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങി വരും. അഹങ്കാരത്തിൻ്റെ ചെറിയ ചെറിയ പടിമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഭൂമിയിൽ നിൽക്കാൻ നമ്മൾ പഠിക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, എന്താണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റ്? എന്തിൻ്റെ പേരിലാണ് അവരെ വേദനിപ്പിക്കുന്നത്? നമുക്ക് അവകാശമില്ല. എന്താണ് അവർ ചെയ്ത തെറ്റ്? നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിങ്ങളെ കൊന്നുകളയാതെ പിറക്കാൻ അനുവദിച്ചതാണോ നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റ്? ഇന്നും നിങ്ങൾക്കറിയാമല്ലോ, ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ആകാശം കാണാതെ, ഭൂമിയുടെ പച്ചപ്പ് കാണാതെ, ഈ മണ്ണിൽ ചവിട്ടാൻ ഭാഗ്യമില്ലാതെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ഇല്ലാണ്ടായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്.
നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഭൂമിയിലേക്ക്, അവരുടെ കരങ്ങളിലേക്ക് ഇരു കൈയും നീട്ടി സ്വീകരിച്ചില്ലേ? എന്താണ് അവർ ചെയ്ത് തെറ്റ്? കുഞ്ഞുനാളിൽ നമുക്ക് രോഗം വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉറക്കമിളച്ച് കൂടെ ഇരുന്ന് നമ്മുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചതോ? സ്വന്തം അധ്വാനം കൊണ്ട് മിച്ചമുണ്ടാക്കിയതൊക്കെ നമ്മളുടെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ച് നമുക്ക് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി സ്വയം മറന്ന് അധ്വാനിച്ച് പണിയെടുത്ത് നമ്മളെ നല്ല സ്കൂളിൽ പഠിപ്പിച്ച് നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങി നമ്മുടെ വളർച്ച ആഗ്രഹിച്ചതോ? എന്താ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റ്? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവരെ വെറുക്കുന്നത്? ഞാൻ ഈ വെറുക്കുന്നതെന്നുള്ള വാക്കുപയോഗിക്കാൻ കൃത്യമായ കാര്യമുണ്ട്. ഈ അടുത്തൊരു പെൺകുട്ടി പറയുകയാണ് അവൾക്ക് അവളുടെ അമ്മയോട് വെറുപ്പാണെന്ന്. അമ്മയോട് വെറുപ്പാണെന്ന് പ്ലെയിനായിട്ട് പച്ചയ്ക്കങ്ങ് പറയുകയാണ്. കുറവുകൾ കാണും നമ്മുടെ മാതാപിതാക്കൾക്ക്, തീർച്ചയായും. പക്ഷേ ആ കുറവുകളൊന്നും നമ്മുടെ മാതാപിതാക്കളെ വെറുക്കാനുള്ള കാരണമാകരുത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം, ഈശോയ്ക്ക് യൗസേപ്പിനും മറിയത്തിനും വിധേയനായി ജീവിക്കാമെങ്കിൽ നമുക്കും തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കാൻ കഴിയണം. 3 കാര്യങ്ങൾ ചെയ്യണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ മൗനമായി ഒരു വാക്ക് കൊടുക്കാം നമുക്കവർക്ക്. ഈ 3 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന്. അടുത്തില്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു വാക്ക് കൊടുക്കാം, ഇനി ജീവിതം കൊണ്ടത് പൂർത്തിയാക്കാം. 1-ാമത്തെ കാര്യം, ബി വിത്ത് ദം. അവരുടെ കൂടെ ഇരിക്കണം. അല്പം നേരം അവരുടെ കൂടെ ഇരിക്കണം. എത്രയോ കാലം നമ്മുടെ കൂടെ ഇരുന്നു അവർ. ഈ തണ്ടും തടിയും ആകുന്നത് വരെ, ഒറ്റക്കാലയിൽ 2 കാലയിൽ നിൽക്കാൻ കഴിവുള്ള കാലം വരെ നമ്മുടെ കൂടെ നിന്നില്ലേ അവർ? ഇനി അല്പം കാലം അവരുടെ കൂടെ ഇരിക്കുക. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ അല്പം നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേ. മാതാപിതാക്കളുടെ കൂടെ ഇരിക്കുക. ബി വിത്ത് ദം. 2-ാമത്തെ കാര്യം, ഹെൽപ്പ് ദം. അവരെ സഹായിക്കണം. പെൺകുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങളോടായിട്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന 4-ാമത്തെ കൽപ്പനയുടെ വിപുലീകരണമാണിതൊക്കെ. അമ്മയൊന്ന് സഹായിക്കുക. അടുക്കളയിൽ കയറില്ല എന്നും എനിക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല എന്നും പറയുന്നത് പുതിയ ഫാഷനാക്കി എടുക്കരുത്, ട്രെൻഡാക്കി എടുക്കരുത്. അമ്മയെ സഹായിക്കുക. അപ്പനെ ഒരു കൈ സഹായിക്കുക. 1-ാമത്തെ കാര്യം പറഞ്ഞത് ബി വിത്ത് ദം. അല്പം നേരം ആ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കണം. ദിവസത്തിൻ്റെ അല്പം നേരം, വൈകുന്നേരം കുരിശു വരയ്ക്ക് മുമ്പ് അപ്പൻ്റെ അമ്മയുടെയും കൂടെ അല്പം നേരം ഇരുന്ന് അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം. ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, മൊബൈലും നെറ്റുമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പൻ്റെയും അമ്മയുടെയും അടുത്തിരുന്ന് അല്പം വിശേഷം പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവരെൻ്റെ അപ്പനും അമ്മയാണ്. 2-ാമത്തത് ഹെൽപ്പ് ദം. സഹായിക്കണം. ഒരു കൈ സഹായം ചെയ്യുക അവർക്ക് വേണ്ടി. 3-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശക്തിയേറിയ പ്രാർത്ഥനകൾ ഉയർത്തിയിട്ടുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ. കണ്ണീരോടെ ഇരുകരവും വിരിച്ച് മുട്ടിന്മേൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ അമ്മ. നിശ്ചയമായും ഇനി തിരികെ അവർക്ക് പ്രാർത്ഥനകൾ കൊടുക്കേണ്ട നേരമായി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾ വിഷയമായി ഉണ്ടാകട്ടെ. അപ്പനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളോടായിട്ടായിരുന്നു. എന്ത്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം. ആ ഒറ്റ വാക്കിൻ്റെ വിപുലീകരണം, വ്യാഖ്യാനം. ഈശോ യൗസേപ്പിനും മറിയത്തിനും വിധേയനായി ജീവിച്ചതുപോലെ നിങ്ങൾ മാതാപിതാക്കൾക്ക് വിധേയയായി ജീവിക്കുക. ഇനി മാതാപിതാക്കളെ, നിങ്ങളോടായിട്ട് ഒരു ചെറിയ അഡീഷണൽ കാര്യം കൂടി. തൊട്ടടുത്ത വാക്യമാണ്. 51-ാം വാക്യം കഴിയുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നത്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവ മനുഷ്യ പ്രീതിയിൽ ഈശോ വളർന്നു വന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ കുറിച്ചിടുന്നത്. ഈശോ വളർന്നു എന്ന് പറഞ്ഞാൽ അവനെ വളർത്തി എന്നുകൂടി അതിനർത്ഥമുണ്ട്. ആര് വളർത്തി? യൗസേപ്പും മറിയവും വളർത്തി. എങ്ങനെ? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവനെ വളർത്തി. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ മാതാപിതാക്കൾ ഓടി അലച്ച് വരികയാണ്, അച്ഛാ സഹായിക്കണമെന്ന് പറഞ്ഞ്. സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, അച്ഛന്മാരുടെ അടുത്ത്,
ബ്രദേഴ്സിൻ്റെ അടുത്ത്, ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ അടുത്തേക്കൊക്കെ കുട്ടികളെയും കൊണ്ട് വരികയാണ്. സഹായിക്കണം, കുഞ്ഞിന് നന്മ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയതെന്നറിയാമോ? എൻ്റെ കൊച്ച് എൻ്റേതാണെന്നും എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്കറിയാമെന്നുമുള്ള ധാർഷ്ട്യമായിരുന്നു നമ്മുടെ അപകടം. എൻ്റെ മക്കൾ എൻ്റെ മക്കളാണെന്നും എൻ്റെ മക്കളെ വളർത്താൻ എനിക്കറിയാമെന്നുമുള്ള ധാർഷ്ട്യമായിരുന്നു നമ്മുടെ അപകടം. അതാണിത് വരുത്തി വെച്ചത്. പക്ഷെ എങ്ങനെയാകണമായിരുന്നു? എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ആ തിരിച്ചറിവിലേക്ക് ആദ്യം മാതാപിതാക്കൾ വളരണം. ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ ധരിക്കുന്ന ഇവരുണ്ടല്ലോ, ഈ 2-3 എണ്ണം എൻ്റെ വീട്ടിലിരിക്കുന്നവർ, അവർ എൻ്റേതല്ല, അവർ ദൈവത്തിൻ്റെതാണ്. രണ്ടാമതോ, അവരെ വളർത്തേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ല, അവരെ വളർത്താൻ എനിക്കറിയാമെന്നുള്ള ധാർഷ്ട്യം തൽക്കാലം ഒന്ന് മാറ്റിവെക്ക്. അവരെ വളർത്തേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ വളർത്തണം, എന്നോടൊപ്പം ഒരു മതം വളർത്തണം. അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ മതത്തിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ, അത് വളർത്തണം. അവരെ പോരാ, ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു സമൂഹമുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിന് കൊടുക്കുക കുഞ്ഞുങ്ങളെ. ദൈവം വളർത്തും കുഞ്ഞുങ്ങളെ. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുവാക്യം ഓർക്ക്. ദൈവത്തെ കൂടാതെ കുഞ്ഞുങ്ങളെ വളർത്തിയേക്കരുത്. എനിക്കത് പറയുമ്പോൾ ഒരു അനുഭവം ഓർമ്മയുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞൊരു വിഷമമാണ്. ടീച്ചർ ഒരു കുട്ടിയുടെ വേഷം അത്ര ശരിയല്ലെന്ന് കണ്ടിട്ട് അമ്മയെ വിളിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു, കൊച്ചിൻ്റെ വേഷം അത്ര മോഡസ്റ്റ് അല്ല, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ടീച്ചറിനോട് തിരികെ ചോദിക്കുകയാണ്, എൻ്റെ കൊച്ചെന്ത് വേഷം ധരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടെ എന്ന്. എന്തായിരുന്നു പ്രശ്നം? എൻ്റെ കൊച്ചിനെ വളർത്താൻ എനിക്കറിയാമെന്നുള്ള ധാർഷ്ട്യം. കുറേ കഴിയുമ്പോൾ അവരും വരും തെറ്റിപ്പോയെന്ന് പറഞ്ഞ്. നമുക്കൊരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം. 2 മക്കബയരുടെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് ശ്മോനിയുടെയും 7 മക്കളുടെയും കാര്യം നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് സുന്ദരമായൊരു ഭാഗമുണ്ട്. അത് മുഴുവൻ പറയാൻ നേരമില്ല. 3-ാമത്തെയാൾ, 7 മക്കളിൽ 3-ാമത്തവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. 2 മക്കബയർ, മക്കബയരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം വായിക്കുക. അവിടെയാണ് ശ്മോനിയുടെയും 7 മക്കളുടെയും ധീര രക്തസാക്ഷിത്വത്തിൻ്റെ രേഖപ്പെടുത്തലുള്ളത്. അവിടെ 3-ാമത്തവൻ മരിക്കുന്നതിന് പറയുന്നതാണ്, അവൻ്റെ കൈയും നാവും നീട്ടിക്കൊണ്ട് പറയുകയാണ്, ഇവ എനിക്ക് ദൈവം തന്നതാണ്, അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു. ഇവ എനിക്ക് ദൈവം തന്നതാണ്, അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവയെ തുച്ഛമായി കരുതുന്നു. അതായത് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ദൈവം തന്നവയെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, തുച്ഛമായി കരുതുന്നു. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കാൻ ദൈവം തന്നവയെ നാം ഗൗരവമായിട്ട് എടുക്കുന്നു. പറഞ്ഞു തരാം. മക്കളുടെ പേരിൽ നമ്മൾ കുർബാന മുടക്കുന്നു, മക്കളുടെ പേരിൽ നമ്മൾ പ്രാർത്ഥന മുടക്കുന്നു. ദൈവം തന്നവയെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കാൻ നമ്മൾ കാരണമാക്കുന്ന കണ്ടോ? ഇവിടെ പറയുന്നത് എന്താ? ദൈവം തന്നവയെ നിസ്സാരമായി ഞാൻ കരുതുന്നു ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി. കാരണം ദൈവം തന്നതാണ്, അതൊക്കെ പോയാൽ പോട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ നിയമം ഞാൻ പാലിക്കും. ഇപ്പം സംഭവിക്കുന്നത് എങ്ങനെയാ? ദൈവം തന്നവയെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കാൻ നമ്മൾ കാരണമാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല. നിങ്ങൾ ദൈവത്തെ മറന്നും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചേക്കരുത്, ദൈവത്തെ മറന്നും കുഞ്ഞുങ്ങളെ വളർത്തിയേക്കരുത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ കർത്താവ് തമ്പുരാൻ്റെ ബലിപീഠത്തിൻ്റെ ചാരത്തിട്ട് വളർത്ത്. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി, അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിൻ്റെ ചാരത്തിട്ട് വളർത്തി. ദൈവത്തോട് ചേർത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനൊരു വിഷയം എടുത്തിട്ട് കുഞ്ഞുങ്ങളോടായിട്ട് ഇങ്ങനൊരു പ്രഭാഷണം നടത്തിയതെന്ന് വെച്ചാൽ അതിന് ലളിതമായൊരു കാരണം കൂടി പറയാം. കൽപ്പനയുടെ ലംഘനമായി മാറുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ വീട്ടിൽ അപ്പനെ അമ്മയും സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. കൺമുമ്പിൽ മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ വിലയറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കാൽവരിയുടെ നെറുകയിൽ മരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്? മനസ്സിലാകില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിലയറിഞ്ഞ് കാണപ്പെട്ട നൽകപ്പെട്ട ദൈവങ്ങളായി അവരെ കണ്ടാദരിച്ച് അവരെ സ്നേഹിക്കാം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരുടെ കൂടെ ഇരിക്കുക, അവരെ സഹായിക്കുക,
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവ തിരുനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.